ഏയ് ഒന്നുമില്ല. മനസ്സിലായി. ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കണ്ട. ഞാനും അതെങ്ങനെയെങ്കിലും മറക്കാം. പ്ലീസ് ഓർക്കരുത്. നിനക്കറിയുന്ന തന്നെയല്ലടി അത് മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അറിയാം, പക്ഷെ മറക്കണം. മറക്കണം. നീ കുറച്ചു നേരം അങ്ങോട്ട് പോവാം. നീ കുറച്ചു നേരം ഒറ്റക്ക് നിൽക്കണം. സഹാറയുടെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഉണ്ട്. ട്വിൻസ് ആണല്ലോ, 2 ആൺകുട്ടികളോ? ഡോക്ടർ, സാറിനെ ഒന്ന് കാണാൻ പറ്റുമോ? കാണാലോ. താങ്ക് യു ഡോക്ടർ. എന്താടാ അത്? നിന്നോടൊക്കെ എത്ര തവണ പറഞ്ഞിട്ടുണ്ടടാ അതിനുള്ളിൽ പോയി തലയിടേതെന്ന്. മറ്റേതെവിടെ? എന്റെ ഈശ്വര, എന്റെ സൺസ്ക്രീൻ. നിന്നോട് ആരാടാ അത് എടുക്കാൻ പറഞ്ഞ? എല്ലാം കഴിഞ്ഞൊരു സോറി മതിയല്ലോ. എന്തിനാണ് നീ കൊച്ചുങ്ങൾ ഇങ്ങനെ വഴക്ക് പറയുന്നത്? അയ്യോ പുണ്യാളൻ, അതിനെങ്ങനെ തന്ത ഇങ്ങനെ, പിന്നെ എങ്ങനെ മക്കള് നന്നാവുക? അയ്യോ, എന്റെ നിനക്ക് തരുന്ന ഞാൻ പോവാണേ. നിങ്ങള് പോവും, എനിക്കറിയാം. മുഖം പോയി കേടാ. നീ ഇങ്ങോട്ട് വാ. നീ ഇതൊക്കെ വൃത്തിയാക്കിട്ട് പോയാ മതി. ഒരു അമ്മയില്ല. ഇതൊക്കെ കാണിച്ചു നോക്കുമ്പോ എന്നെ ഓർക്കാറുണ്ടോ? ക്ലീൻ ചെയ്തിട്ട് പോയാ മതി. അതെ, മിനിഞ്ഞാന്നത്തെ പോലെ പ്രശ്നം ഉണ്ടാക്കി ഇങ്ങോട്ട് വരണ്ട രണ്ടും. ഈശ്വര, ഇത് രണ്ടാണോ എപ്പോഴും തല്ലാണല്ലോ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വരുന്നത്? തല്ലു പിടിക്കാനാണോ? ഞാനൊന്നും ചെയ്തില്ല, അവള് കള്ളം പറയാ. ഋഷിയെ അവള് കല്ലെടുത്തെറിഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചിട്ട് മാത്രമല്ലോ ടീച്ചറെ. ഋഷിനെ നോക്കി. എന്താ മിന്നു കാണിച്ചു വെച്ചേക്കുന്നേ? ഞാനൊന്നും ചെയ്തില്ല ടീച്ചർ. നിങ്ങളെ പേരൻസിനൊന്ന് വിളിക്കട്ടെ. എന്താ ഇത്? നിങ്ങൾ എപ്പോഴും ഇങ്ങനെ തല്ലുണ്ടാക്കി പോവാണോ? നിങ്ങൾ വഴക്കുണ്ടാക്കില്ലെന്ന് എന്നോട് പറഞ്ഞല്ലേ, പിന്നെ ഇങ്ങനെയൊക്കെ എന്തിനാ പോയി ചെയ്യുന്നേ? ഞങ്ങളൊന്നും ചെയ്തില്ല അമ്മേ. ഇവനെ അവള് കല്ലെടുത്തെറിഞ്ഞു. അതെന്താ അമ്മ ചോദിക്കാത്തെ? നിങ്ങളൊന്നും ചെയ്യാതെ അവള് കല്ലെടുത്ത് എറിയില്ലല്ലോ. എന്നാലും ആ കൊച്ചിന് കുറച്ച് അഹങ്കാരം കൂടുതലാ. അങ്ങനെ പറയമ്മ. അവളെ കല്ലെടുത്തെറിഞ്ഞു എന്ന് വിചാരിച്ച് നിങ്ങളങ്ങനെ നിഗളിക്കാനൊന്നും നിക്കണ്ട. എന്റെ ദൈവമേ, ഈ അടുക്കളയിൽ നിന്ന് എണീറ്റ് പോകുന്ന ഒരു ദിവസം എനിക്കുണ്ടാവില്ല. 2 എണ്ണം ഉണ്ട് ഇവിടെ. അതുണ്ട് എന്തേലും സഹായിക്കുന്നു, അതില്ല. അല്ലെങ്കിൽ അമ്മ പാവാണ്, അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടാണ്. എന്നാ മരുമക്കളെ കൊടുക്കുക, അതും ഇല്ല. ആകെ കുറച്ച് വിചാരമുണ്ട്. ഫോണുമ്മ കളിക്കുക, കിടന്നുറങ്ങുക, അടിച്ചു പൊളിച്ച് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഞാനിവിടെ കിടന്ന് നിരകിച്ചാൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്? എന്റെ സാറേ, നീ എന്തിനാടി രാവിലെ തന്നെ കിടന്ന് ചിലക്കുന്നേ? അവര് എണീറ്റ് വന്നോളൂ. അവർക്ക് സമയം അവര് കെട്ടുകയും ചെയ്തോളൂ. നീ ഇങ്ങനെ എന്തിനാ എപ്പോഴും ഇത് പറയുന്നേ? നിങ്ങൾക്കത് പറഞ്ഞാ മതി. നിങ്ങൾക്ക് സമയം മുന്നിൽ എന്തേലും കേറ്റാൻ കൊടുന്നു തരുന്നുണ്ടല്ലോ സമയാസമയം. അതിനൊരു സഹായത്തിന് ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾ ഇങ്ങനെ പറയും. എന്റെ ദൈവമേ, ഇതിന് പരാതി തീരുന്ന ഒരു ദിവസം ഉണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. എടാ, പോരാളി തുടങ്ങിയല്ലോ. ഇനി രണ്ടാമത് എണീറ്റില്ല എന്നുണ്ടെങ്കിൽ ഞാൻ മടലിട്ട് വരും. എന്താ അമ്മ രാവിലെ തന്നെ? രാവിലെ 1 മണിയോടെ നിങ്ങക്ക് രാവിലെ? എന്റെ അമ്മ, ആകെ ഒരു ദിവസമാണ് ജോലി ഇല്ലാത്തത്. അപ്പോൾ അമ്മ ഇങ്ങനെ കിടന്ന് തുടങ്ങിയാലോ? അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇത്ര മാത്രം പറഞ്ഞത്. ജോലിയും കൂടി ഇല്ലാതെ പെരയിരിക്കുകയാണെങ്കിലേ ഇതൊക്കെ മേലുള്ളത് കേൾക്കേണ്ടി വരും. പാവം എന്റെ അച്ഛൻ, എങ്ങനെയാണോ അതിനെ സഹിക്കണത്? 25 കൊല്ലം ഞങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ 30 കൊല്ലം അച്ഛൻ കേട്ടിട്ടുണ്ടാവൂലേ? പാപം. 10 മാസം സാധാരണ പ്രസവിക്കണ മരുന്നല്ല, 2 എണ്ണത്തിന് ഒപ്പം.
എന്റെ ഗതികേട് അത് നിങ്ങൾ തന്നെ പറയണം എന്നോട് ഇങ്ങനെ. ഓൺലി 9 മാസം. 9 മാസം എന്ന് പറയുന്നത് ചെറിയ ദിവസങ്ങളാ. അമ്മയേക്കാൾ വലിയ പോരാളി ഈ ലോകത്ത് ആരുമില്ല. പോരെ, അമ്മ ചായ എടുക്ക്, വിശക്കണ്. ആ അങ്ങനെ വഴിക്ക് വാ. പിന്നെ ചായ ഒന്നുമില്ല, 1 മണിക്കാണോ ചായ? ഇപ്പൊ ചോറ് റെഡിയാവും, അപ്പൊ തിന്ന. നിങ്ങളോട് പോയിരിക്ക്. എടാ നല്ല ലേറ്റ് ആയിട്ടോ. ആ ചങ്ങായിന്റെ ഒക്കെ നീ നല്ല കേക്കും. വേഗം വന്നേ, നീ എന്തീ ചെയ്യുന്നേ? എടാ നീ ഇല്ലാതെ ഈ ഷൂസിന്റെ വള്ളിയൊന്നും ഞാൻ കെട്ടട്ടെ. ഈ ചെക്ക എന്ന് വേഗം കെട്ടിക്കയ്യോ. വാ കഴിഞ്ഞു പോവാ. നമുക്കൊന്ന് കറങ്ങാൻ പോയാലോ? എങ്ങോട്ട്? വല്ല ബീച്ചിലേക്ക് എങ്ങാണ്ട് പോവാ. വല്ല പെമ്പിള്ളേരുണ്ടാ നോക്കാടാ. അങ്ങനെയാണെ പോവാ. ചേട്ടന്മാരെ, ഡീ കുരുപ്പ വെള്ളത്തേക്ക് ഇറങ്ങല്ലേ. ഡീ നിനക്ക് പനി വരുവേ. നീ വെള്ളത്തേക്ക് ഇറങ്ങൂലെന്ന് പറഞ്ഞിട്ടല്ലേ ഞങ്ങള് നിന്നെ കൊടുന്നേ. ബീച്ചിൽ വന്നിട്ട് വെള്ളത്തിൽ കളിക്കാതെ പോവേ. നീയല്ലേടി പറഞ്ഞ കുരുട്ട വെള്ളത്തേക്ക് ഇറങ്ങൂല. ഞാനങ്ങനെ പലതും പറയും. ഇനി അമ്മന്റെ കയ്യിൽ നിന്ന് ഞങ്ങൾക്കാ ചീത്ത കേൾക്കുക. ഇനി നിന്നെ കൊണ്ടുവരൂല. ഏട്ടന്മാരാന്ന് തോന്നുന്നു. എന്തായാലും കൊള്ളാം. പെണ്ണ് കൊള്ളാം. ഏട്ടന്മാരാന്ന് തോന്നുന്നു. ഋഷിക്കും കിച്ചുവിനാണെങ്കിൽ അപ്പൊ തന്നെ അവളെ ഭയങ്കര ഇഷ്ടായി. അവർക്ക് ഇഷ്ടായത് അവര് തമ്മിൽ പറഞ്ഞില്ല. അങ്ങനെ പല സ്ഥലത്ത് വെച്ച് അവളെ കാണാൻ തുടങ്ങി. മാളിൽ വെച്ച്, കാറിൽ പോകുമ്പോ പുറത്ത് നിൽക്കുന്ന കാണാം. അങ്ങനെ പോകുന്ന പല സ്ഥലത്ത് വെച്ച് അവളെ കാണാൻ തുടങ്ങി. എടാ ഋഷി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ പറ. അത് എനിക്കൊരു കുട്ടീനെ ഇഷ്ടമാണ്. നമ്മൾ പോകുന്നിടത്തൊക്കെ അവളെ കാണാറുണ്ട്. അന്ന് നമ്മൾ ബീച്ചിലേക്ക് പോയില്ലേ, അന്ന് ഞാൻ അവളെ കണ്ടതാണ്. എനിക്ക് അന്ന് തന്നെ ഭയങ്കര ഇഷ്ടമായി. ആണോ? ഞാനൊരു കൊച്ചിനെ ബീച്ചിൽ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്നിടത്തും അവളെ കാണാറുണ്ടായിരുന്നു. എനിക്കൊരു കുട്ടീനെ ഇഷ്ടമാണ്. നിൻ്റെ ആളാരാ? എൻ്റെ ആളെ ഞങ്ങൾ സെറ്റ് ആയതിൻ്റെ ശേഷം പറഞ്ഞുതരാം. നിൻ്റെ ആളാരാ? അങ്ങനെയാണെങ്കിൽ ഞാനും അങ്ങനെ തന്നെ കാണിച്ചുതരാം. പിന്നെ ഈ കാര്യം വീട്ടിൽ പറയണ്ടേ? വേണ്ട, ഇപ്പം തന്നെ പറയണ്ട. സെറ്റ് ആയതിൻ്റെ ശേഷം പറഞ്ഞാൽ മതി. അഥവാ സെറ്റായില്ലെങ്കിലോ? പിന്നെ മമ്മിക്കാണെങ്കിൽ നമ്മളൊന്ന് സെറ്റായി കിട്ടണം എന്നൊരു ഇതിലല്ലേ. പെട്ടെന്ന് സെറ്റായിട്ടില്ല എന്ന് പറയുമ്പോൾ ഭയങ്കര സങ്കടവും. അതുകൊണ്ട് ഇപ്പം തന്നെ പറയണ്ട. ആ അതാ നല്ലത്. ഇവരെങ്ങനെ ഇടക്കിടക്ക് കാണുന്നുണ്ടല്ലോ. നമ്മൾ പെണ്ണിന്റെ പേര് ദിവ്യ എന്നാണ്. ഇവരെങ്ങനെ കാണുമ്പോൾ ദിവ്യ ശ്രദ്ധിക്കാറുണ്ട്. ഒരു ദിവസം ഋഷിക്ക് ഭയങ്കര പനി. അങ്ങനെ കിച്ചു മാത്രം ഓഫീസിൽ പോകാൻ നിന്നപ്പോഴാണ് അറിയുന്നത് കാറിൽ പെട്രോൾ തീർന്നിക്കണെന്ന്. അങ്ങനെ അവൻ തീരുമാനിച്ച് ബസ് പോവാന്ന്. അങ്ങനെ ബസ്സിൽ പോയിക്കുമ്പോഴായിരുന്നു അവിടെ ദിവ്യനെ കണ്ടത്. ആ വിളി കേട്ടപ്പോ കിച്ചു ഒന്ന് ഞെട്ടി. കാരണം അവൻ എന്നെയാണ് വിളിക്കുന്നത് പറയാൻ വേണ്ടിയിട്ട് അവൻ തന്നെ ആയിരുന്നു. കാരണം അവിടെ ആരും ഉണ്ടായിരുന്നില്ല. കൂട്ടത്തില് അവന്റെ മനസ്സിലൊരു ലഡ്ഡും കൂടി പൊട്ടിയുണ്ടായിരുന്നു. കാരണം സ്നേഹിക്കുന്ന പെണ്ണല്ലേ ഹായ് എന്ന് പറഞ്ഞേ. ഹായ്. നിങ്ങളെ ഞാൻ പല സ്ഥലത്ത് വെച്ച് അപ്രതീക്ഷിതമായിട്ട് കാണാറുണ്ടല്ലോ. അതെ, ഞാനും കാണാറുണ്ട്. ഇയാള് ട്വിൻ അല്ലേ? അല്ല, എല്ലായിടത്തും നിങ്ങൾ രണ്ടാളും കൂടെ കാണാറ്. ആൾക്കെന്ത് പറ്റി? അവന് പനിയാ. എൻ്റെ കാറാണെങ്കിൽ പണിയും തന്നു, പെട്രോളില്ല. അപ്പം ഞാൻ ബസ്സിന് പോകാൻ ചോദിച്ചു വന്നതാ. അല്ല, ഇയാളെ പേരെന്താ? എന്റെ പേര് ദിവ്യ. നിങ്ങളെ പേരോ? ഞാൻ കിച്ചു. അവൻ ഋഷി. കോളേജിലാണോ പഠിക്കുന്നത്? അതെ. എടാ, ഇന്ന് ഞാൻ അവളെ കണ്ടടാ. എന്താ പറഞ്ഞ? പേരെന്താണ്, നീ എവിടെ എന്നൊക്കെ ചോദിച്ചു. എന്നെയോ? ഇനി നമ്മളെ മുന്നേ അറിയോ? ഞാൻ അവളെങ്ങനെ ഇടക്കിടക്ക് കാണുമ്പോൾ അവളും എന്നെ കാണുന്നുണ്ടായിരുന്നു. അപ്പം നിന്നെ. അപ്പോൾ നിന്റെ ആളും എവിടൊക്കെ ഒന്ന് സെറ്റായി. ഇനി എൻ്റെത് എങ്ങനാണാവോ? നിന്നെക്കൊണ്ട് പറ്റും, നീ ശ്രമിക്ക്. സത്യം പറഞ്ഞാൽ എനിക്കവളെ ഭയങ്കര ഇഷ്ടമായി. ഞാൻ അവളെ ആലോചിച്ച് കെടുക്കാത്തൊരു ദിവസമല്ല. പക്ഷെ എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അതൊക്കെ സെറ്റാവൂടാ.
അങ്ങനെ രണ്ടുപേർക്കും ഇഷ്ടപ്പെടുന്നത് ഒരാളാണെന്നറിയാതെ അവര് ഓർത്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ദിവ്യയും കിച്ചും സെറ്റായി. ആ സന്തോഷ വാർത്ത ഋഷിനോട് പറയാൻ പോയി. അങ്ങനെ അവനും ഭയങ്കര ഹാപ്പിയായി. ദിവ്യ കാണിച്ചു കൊടുക്കാം. കിച്ചു ഋഷിനെയും കൊണ്ട് അവളുടെ അടുത്തേക്ക് പോയി. എവിടെയാണ് നിന്റെ ആള്? ഈ പെണ്ണ് ഇങ്ങോട്ട് വരാന്നുള്ള പറഞ്ഞേ. കിച്ചു ദിവ്യ തെരഞ്ഞോണ്ടിരിക്കാണ്. അപ്പൊ തന്നെ ഋഷി ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നോക്കിയപ്പോ ദിവ്യ ചിരിച്ചോണ്ട് വരുന്ന കണ്ടു. ഋഷി പെട്ടെന്ന് കിച്ചനോട് പറഞ്ഞു, എടാ ഇതാടാ എനിക്ക് ഇഷ്ടമുള്ള പെണ്ണ്. ഏത്? അവൻ തിരിഞ്ഞു നോക്കിയപ്പോ കണ്ടത് ദിവ്യനെ. എടാ ഞാനൊരു കാര്യം പറയട്ടെ, എൻ്റെ പെണ്ണാടാ അവള്. ആ ഇവളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാ ഞാൻ അങ്ങോട്ട് വന്നത്. അപ്പൊ നമ്മൾ രണ്ടുപേരും സ്നേഹിച്ചത് ഒരാളെയാണ്. ഹായ്, കുറെ നേരമായി വന്നിട്ട്. ഇല്ല, ഹായ്, ഞാൻ ഋഷി, ഞാൻ ഇവൻ്റെ ടിന്ന്. എന്നാൽ നിങ്ങൾ സംസാരിക്കും, ഞാൻ അവിടെ ഉണ്ടാവും. ഋഷി അല്ലടാ, നിങ്ങൾ സംസാരിക്കും. എന്തു പറ്റി? ഒന്നുമില്ല. എന്നാ ശരിയടി, പിന്നെ കാണാം, ചെറിയ തിരക്കുണ്ട്. ആ ശരി എന്നാ. എടാ ഋഷി, എടാ അറിയില്ലായിരുന്നടാ നിനക്ക് അവളെ ഇഷ്ടമാണ്. ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും അവളെ എടുക്കില്ലായിരുന്നു. നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അയ്യേ, എന്താണ് നീ ചെയ്യുന്നത്? അതൊന്നും കുഴപ്പമില്ല. അതിപ്പോൾ ഒരാളെ കണ്ടാൽ ഇഷ്ടമാവുന്നത് ഒരു തെറ്റല്ലല്ലോ. നിങ്ങൾ ഹാപ്പിയായി ജീവിക്കുക. നീ ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പിയാണ്. എടാ നീ ഇങ്ങോട്ട് വന്നേ, നമുക്ക് പോവാം. റിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവനക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അവളെ. അവനക്ക് ആ ഒരു സങ്കടം നല്ല ഉണ്ടായിരുന്നു. പിന്നെ കിച്ചുവിന് അവളെ ഇഷ്ടമുള്ളതുകൊണ്ട് ഇവനത് വേണ്ടാന്ന് വെച്ചു. അവളവൻ മറക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം കിച്ചു കാറെടുത്ത് പുറത്തു പോകുമ്പോ ഹോസ്പിറ്റലിൽ നിന്നൊരു കോളാണ് വരുന്നത്. അതറിഞ്ഞ് റിച്ചും വീട്ടുകാരും ഹോസ്പിറ്റലിലേക്ക് ഓടി. ദിവ്യ അത് അറിഞ്ഞിരുന്നു. അവൾ ഓടി. എന്റെ മോൻ. കിച്ചുവിന്റെ ഫാമിലി ഉണ്ടോ? ആള് ദിവ്യ എന്ന് പറഞ്ഞ കൊച്ചിനെ കാണുന്നു പറഞ്ഞ കരയാ. ഞങ്ങളെ ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല. ഇന്ന് വേഗം പോയി കാണാമായിരുന്നു. ആരാ ദിവ്യ? ഞാനാ ഡോക്ടർ. എന്നാന്ന് വേഗം പോയി കാണും. കിച്ചു, എനിക്ക് അവസാനമായിട്ടൊരു ആഗ്രഹം സാധിച്ചു തരുന്നു. എന്താ? ഞാൻ പോയാ ഋഷിനെ കല്യാണം കഴിക്കണം. അവനക്ക് തന്നെ ഭയങ്കര ഇഷ്ടം. ഞാനും അവനും സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു. അവൻ എനിക്ക് വേണ്ടി മറന്നതാ നിന്നെ. എൻ്റെ അവസാനത്തെ ആഗ്രഹം. പ്ലീസ് നീ ഇത് വേണ്ടാന്ന് പറയരുത്. എനിക്ക് ഋഷിയൊന്ന് കാണണം. എന്തൊക്കെ നീ പറയുന്നേ? അവനൊന്ന് പോയി വേഗം വിളി നീ. ഋഷി കിച്ചുവിനെ കാണണമെന്ന്. കിച്ചു എടാ, എനിക്ക് അവസാനമായിട്ട് ഒരാഗ്രഹമുണ്ട്. നീ ഇത് സാധിച്ചു തരണം. നീ ദിവ്യനെ കല്യാണം കഴിക്കണം. എനിക്ക് വേണ്ടി. എൻ്റെ ആഗ്രഹമാണത്. എന്തൊക്കെയാടാ നീ പറയുന്നത്? എനിക്ക് നീ കഴിഞ്ഞിട്ടുള്ളൂടാ അവള്. എനിക്കറിയാം. പ്ലീസ് വേണ്ടാന്ന് പറയരുത്. കിച്ചു കിച്ചു ഡാ, നീ കളിക്കല്ല ഡാ. കിച്ചു കിച്ചു ഡാ. എടാ ഡോക്ടർ, കിച്ചു. സോറി കിച്ചു, നീ എന്നെ ഒറ്റക്കാക്കി പോവല്ലേ. അങ്ങനെ കിച്ചു മരിക്കുമ്പോ പറഞ്ഞ വാക്ക് അവർ പാലിച്ചു. മനസ്സില്ല മനസ്സോടെ അവനെ വിജയിക്കാൻ തുടങ്ങി. ഋഷി എത്ര നേരം ഇവിടെ താനിച്ചിരിക്കുന്നു. നീ വാ, മതി.